ഹായ് ഗായ്സ്, അഖിൽബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണ് ഉള്ളത്. ഈ 9 പേരും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആകത്തുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നും ആരാണ് ഇഷ്ട മത്സരാർത്ഥി എന്നും കൂടെ ഈ വീഡിയോയുടെ ഐഡിയ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരുമണിക്കൂറുള്ള വോട്ടിങ്ങിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇന്ന് രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന്റെ തുടക്കത്തിലെ 1-ാം പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചടക്കിയിരിക്കുകയാണ് ജിൻഡോ. ഇപ്പോൾ 1,04,566 എന്ന കൂറ്റൻ വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ജിൻഡോ. 2-ാം പൊസിഷനിൽ സിജോ ആണുള്ളത്. സിജോ നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ജിൻഡോയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ പറ്റിയില്ലെങ്കിലും ജിൻഡോയ്ക്ക് പുറകിലായിട്ട് തന്നെ സിജോ ഉണ്ട്. ഇപ്പോൾ 85,200 വോട്ട് നേടി 2-ാം പൊസിഷനാണ് സിജോ നിലകൊള്ളുന്നത്. 3-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി വീണ്ടും ജാസ്മിൻ വന്നിരിക്കുകയാണ്. ഒരിടയ്ക്ക് പിന്നിലേക്ക് പോയെങ്കിലും വീണ്ടും അർജുനെ അട്ടിമറിച്ചുകൊണ്ട് തൻ്റെ പൊസിഷൻ തിരിച്ചടക്കിയിരിക്കുകയാണ് ജാസ്മിൻ. ഇപ്പോൾ 72,100 വോട്ട് നേടിയാണ് 3-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുന്നത്. 4-ാം പൊസിഷനിലേക്ക് അർജുൻ തള്ളപ്പെടുകയാണ് ചെയ്തത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അർജുൻ 4-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ട്. തുടക്കത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം അർജുൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ വരുന്നുണ്ട്. 70,350 വോട്ട് നേടിയാണ് 4-ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 5-ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയ്ക്ക് മറ്റൊരാഴ്ചയും കാണാത്ത വിധത്തിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 68,705 എന്ന കൂറ്റൻ വോട്ടാണ് അൻസിബ കരസ്ഥമാക്കി 5-ാം പൊസിഷൻ നിലകൊള്ളുന്നത്. 6-ാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാറാണുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിലെ വോട്ടിംഗ് മുന്നേറ്റം ഈ ആഴ്ചകളിൽ കണ്ടുവരുന്നില്ല. എന്നിരുന്നാൽ കൂടെ ഒരു സേഫ് സോണിലേക്കുള്ള കളിയാണ് ഇപ്പോൾ ശ്രീകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 62,100 വോട്ടാണ് ശ്രീകുമാർ നേടിയിരിക്കുന്നത്. ഇപ്പോൾ 6-ാം പൊസിഷനാണ് ഉള്ളത്. 7-ാം പൊസിഷനിൽ നമ്മുടെ ഋഷിയാണ് തുടരുന്നത്. ഋഷി തുടക്കത്തിൽ കാണിച്ച ഒരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് നമുക്ക് പറയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഋഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 55,225 വോട്ട് നേടിയാണ് 7-ാം പൊസിഷനിൽ ഋഷി നിലകൊള്ളുന്നത്. 8-ാം പൊസിഷനിൽ നോറ തള്ളപ്പെടുകയാണ് ചെയ്തത്. ഒരിടയ്ക്ക് ഒന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. 54,200 വോട്ട് മാത്രമേ നോറയ്ക്ക് ഈ ആഴ്ചയിൽ നേടാൻ സാധിച്ചുള്ളൂ. എന്തായാലും ഇപ്പോൾ 8-ാം പൊസിഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. 9-ാം പൊസിഷനിൽ ഗബ്രി തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിലും ഒന്ന് മുകളിലേക്ക് കയറി വരാൻ ഗബ്രിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാലും ഇപ്പോൾ നോറയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 52,330 വോട്ടാണ് ഗബ്രി നേടിയിരിക്കുന്നത്. വരുമണിക്കൂറുകളിലെ വോട്ടിംഗ് ഈ ലാസ്റ്റ് നിൽക്കുന്ന 3 പേർക്ക് നിർണ്ണയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.